പോലീസ് നിർദ്ദേശം ലംഘിച്ച് ഇടുക്കി തൊമ്മൻകുത്തിലെ തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴിയുമായി വിശ്വാസികൾ. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശു പൊളിച്ച സ്ഥലത്തേക്ക് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത്. നമ്മൾ ഓൾറെഡി ഒരു കേസ് കളി അറേഞ്ച് എടുത്തിട്ടുണ്ട്. ആ കേസിന്റെ പ്രകാരം നമുക്ക് ഡയറക്ഷൻ ഉണ്ട് ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വെച്ച് തർക്കിച്ച് ചെയ്യാനാണെങ്കിൽ ഞങ്ങളുടെ കാലം ഞങ്ങൾക്ക് കയറണല്ലോ. അതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, അവിടെ കുരിശിന്റെ വഴി പൂർത്തിയാക്കി വിശ്വാസികൾ പുരോഹിതരൊക്കെ അവിടെ ഒന്ന് മടങ്ങിയല്ലോ അല്ലേ? അവിടെ മറ്റു തരത്തിൽ പിന്നീട് തർക്കങ്ങളോ ഒന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? വിജയകുമാർ, മറ്റു തരത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. സമാധാനപരമായിട്ട് വിശ്വാസികൾ പ്രാർത്ഥനായജ്ഞം പൂർത്തിയാക്കി അവർ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാവിലെയാണ് ഈ സെന്റ് തോമസ് ചർച്ചിലെ ദുഃഖവെള്ളി ആചരണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് ശേഷം കുരിശുമല കയറാൻ വേണ്ടി ഈ തർക്കഭൂമിയിലേക്ക് വിശ്വാസികൾ എത്തുന്നത്. കഴിഞ്ഞ 40-ാം വെള്ളി വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് JCB കൊണ്ട് പൊളിച്ചു മാറ്റിയിരുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ആ സ്ഥലത്തേക്കാണ് ഇന്ന് പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ ഈ വിശ്വാസികൾ കുരിശുമല കയറുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത്. ഈ തർക്കഭൂമിയുടെ അടുത്ത് വെച്ച് വനംവകുപ്പും പോലീസും ചേർന്ന് വിശ്വാസികളെ തടഞ്ഞു. എന്നാൽ ആ തടസ്സം മറികടന്നുണ്ട്, അല്ലെങ്കിൽ ആ വലയം ഭേദിച്ചുകൊണ്ട് വിശ്വാസികൾ ഈ തർക്കഭൂമിയിൽ എത്തുകയും ആ കുരിശ് പൊളിച്ച സ്ഥലത്ത് നിന്ന് പ്രാർത്ഥനായജ്ഞം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനംവകുപ്പ് ഇപ്പോഴും ആവർത്തിക്കുന്നത് തൊടുപുഴ റിസർവ് ഫോറസ്റ്റിൽ ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഈ കുരിശ് സ്ഥാപിച്ചത്, അതുകൊണ്ടാണ് പൊളിച്ചു മാറ്റിയതെന്നാണ്. എന്നാൽ ഈ വിശ്വാസികൾ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ വിശദീകരണം, അവരുടെ വാദം, ഇത് കൈവശാവകാശമുള്ള ഭൂമിയാണ്, കൈവശ ഭൂമിയാണ്. അവിടെ ഒരു വിശ്വാസി ഈ പള്ളിക്ക് വേണ്ടി നൽകിയ സ്ഥലത്താണ് ഈ കുരിശ് സ്ഥാപിച്ചത്. അത് പൊളിച്ചത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വിശ്വാസികൾ ആവർത്തിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇന്ന് ഇങ്ങോട്ട് തന്നെ ഈ കുരിശിൻ്റെ മല നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും ഈ പോലീസ് നിർദ്ദേശവും വനംവകുപ്പിൻ്റെ തടസ്സവും ഭേദിച്ചുകൊണ്ട് ആ തർക്കഭൂമിയിലേക്ക് കയറിയ ആളുകൾക്കെതിരെ വനംവകുപ്പ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിശ്വാസ വാരം കഴിഞ്ഞതിന് ശേഷം കുരിശ് വീണ്ടും സ്ഥാപിക്കുമെന്നാണ് ഈ വിശ്വാസികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ കുരിശ് പൊളിക്കലുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ കൂടുതൽ ഒരു കുരിശ് സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വനംവകുപ്പ് അതിനെ എങ്ങനെ നേരിടും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കാണേണ്ടതുമാണ്. വിജയകുമാർ. യെസ്, തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് ആ കുരിശ് പൊളിച്ച സ്ഥലത്തേക്ക് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത്. പോലീസ് തടഞ്ഞെങ്കിലും അവിടെ എത്തി പ്രാർത്ഥനകൾ പൂർത്തിയാക്കി ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.